ഞാൻ 4 പ്രാവശ്യം എഴുതിയതിനു ശേഷമാണ് പ്ലസ് ടു. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുമോ അങ്ങനെയൊക്കെ? ചിലര് പറയും ഈ അച്ഛൻ കള്ളം പറയണതാന്ന് പറയണേ. പക്ഷെ അങ്ങനെ 4ാമത്തെ പ്രാവശ്യം എഴുതി ജയിച്ച ആളാ. ഓരോ പ്രാവശ്യം തോക്കുമ്പോ എന്റെ അമ്മ പറയും മോനെ നീ അടുത്ത പ്രാവശ്യം ജയിക്കൂടാ. 2ാമത്തെ പ്രാവശ്യം തോക്കുമ്പോ വീണ്ടും പറയും മോനെ നീ അടുത്ത പ്രാവശ്യം ജയിക്കൂടാ. 3ാമത്തെ പ്രാവശ്യം തോറ്റപ്പോഴും പറയും മോനെ അടുത്ത പ്രാവശ്യം നീ ജയിക്കൂടാ. പക്ഷെ എന്റെ അയൽവക്കക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നോബിൾ കയ്യക്ഷരം നന്നാക്കാൻ പോവാണല്ലേ എന്ന് പറയുമ്പോൾ എന്റെ അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നോബിൾ അച്ഛനായിട്ട് ഇങ്ങനെ വചനം പറയാൻ ദൈവകൃപ കിട്ടിയത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവഗണിക്കരുത്. അതായത് ഒരിക്കലും താരതമ്യം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. അതൊരു അവഗണനയാണ്. അതുപോലെ തന്നെയാണ് കേൾക്കാത്ത മനോഭാവം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ടു വന്നാൽ അവരെ കേൾക്കണം. നമുക്കതിനെന്തില്ല, സമയമില്ല. എനിക്ക് വല്ല പണിയില്ല. നിങ്ങൾക്ക് ഇവിടെ മനുഷ്യരിവിടെ രാവിലെ മുതൽ പണിയെടുത്തോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് നിന്റെ വർത്താനം അല്ലേ? പിള്ളേരെ കാരണം ചെറുപ്പം മുതൽ ആ കുട്ടികളെ കേൾക്കുമ്പോൾ